ബാങ്കിങ് IBPS ക്ലർക്കിന്റെ ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി IBPS POയ്ക്ക് വേണ്ടിയിട്ടും SBI POയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. SBI POയുടെ എക്സാം ഓഗസ്റ്റ് 2, 4, 5 തീയതികളിലും IBPS POയുടേത് ഓഗസ്റ്റ് 17, 23, 24 തീയതികളിലും നടക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പറേഷനിലാ. ഇന്ന് നമുക്ക് SBI POയുടെ മാരത്തോൺ സെഷൻ ഉണ്ട്, അത് മറക്കണ്ട. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വൈകുന്നേരം 6 മണി മുതൽ ഇന്ന് 29, 30, 31 തീയതികളിൽ. അപ്പോ ഇതെല്ലാം ഓൾറെഡി നമ്മുടെ പ്രിപ്പറേഷനിലാണ്. അപ്പോഴാണ് നമുക്ക് സന്തോഷ വാർത്തയുമായിട്ട് IBPS ക്ലർക്കിന്റെ ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിരിക്കുന്നത്. അപ്പൊ IBPS ക്ലർക്കിന്റെ ഷോർട്ട് നോട്ടീസ് ഇത് ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. ഷോർട്ട് നോട്ടീസ് മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. വൺസ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കിന് എല്ലാ കാര്യങ്ങളും, എത്ര വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ നിങ്ങളിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷനിലായിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് ഷോർട്ട് നോട്ടീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നുമില്ല, ഈ ഷോർട്ട് നോട്ടീസിൽ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 1-നാണ്. ഓഗസ്റ്റ് 1-ന് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് 21 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എത്ര വേക്കൻസി ഉണ്ട്, കാര്യങ്ങൾ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 1-ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോ നമുക്കിപ്പം ഇന്ന് തൊട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഡേറ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. IBPSന്റെ റിവൈസ്ഡ് കലണ്ടർ വന്നപ്പോൾ തന്നെ IBPS ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് 4, 5, 11 തീയതികളിലായിരിക്കും. ഒക്ടോബർ 4, 5, 11 തീയതികളിൽ പ്രിലിംസും നവംബർ 29-ന് മെയിൻസും ആയിരിക്കും നമുക്ക് നേരത്തെ അറിയാം. അപ്പോ ഇപ്പൊ എന്തായാലും ഉടനെ ഫുൾ നോട്ടിഫിക്കേഷൻ വരും. ഇതിപ്പോ ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇപ്പൊ ഉടനെ അടുത്തൊരു നോട്ടിഫിക്കേഷനോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. IBPS ക്ലർക്ക് കൂടാതെ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ശരിക്കും ബാങ്ക് എക്സാമിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവാം. ഇതിനുശേഷം ഇനി RRB PO വരും, RRB ക്ലർക്ക് വരും. അപ്പോ നമുക്കിനി റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ഇനി വരാൻ പോകുന്ന ഒരു 6 മാസം കട്ടയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും. 2026-ൽ നിങ്ങൾക്ക് ഒരു ബാങ്കർ ആകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കൂടെ ചേർന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ബാച്ചസ് ഉണ്ട്. ഓഫ്ലൈൻ നമുക്ക് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ്. അവിടെ നമുക്ക് 2 ബാച്ചാണ് ഉള്ളത്. ഒന്ന് റെഗുലർ ബാച്ചും ഒന്ന് റിപ്പീറ്റേഴ്സ് ബാച്ചും. റെഗുലർ ബാച്ചിലാണെങ്കിൽ ബേസ് ടു അഡ്വാൻസ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ട്, ഫ്രം 0 to hero അങ്ങനെ തന്നെ പറയാം. ബേസ് മുതൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോകുക. അപ്പോ 23-ന് നമ്മുടെ അടുത്ത റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ 23-ന് നമ്മൾ അടുത്ത റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. 23 മുതൽ 30 വരെ നമുക്ക് ഫ്രീ ക്ലാസ്സസ് ആയിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ്, നമ്മുടെ പ്രാക്ടീസ് സെഷൻസ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചിനെ പറ്റിയിട്ട്, അത് റെഗുലർ ബാച്ച് ആയിക്കോട്ടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഈ കാണുന്ന നമ്പറിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ റിയലി എക്സാംസിന്റെ മോക്ക് എങ്ങനെയാണ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ റെഗുലർ ബാച്ചും ഉണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട് നമുക്ക് ഓഫ്ലൈനില്. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടും ബാച്ച് ഉണ്ട്. ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, ബേസ് തൊട്ടാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് ആണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. അപ്പൊ അതില് നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ലൈവ് ക്ലാസ്സസ് ആണ്. ആ എല്ലാ ക്ലാസ്സസിന്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ബേസ് മുതൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് എങ്ങനെ ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാ സബ്ജക്ട്സിന്റെയും ബേസ് മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെയും പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാത്തിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓൺലൈൻ ബാച്ച് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ IBPS SBI ടാർഗറ്റ് ബാച്ച്, ബേസ് മുതലുള്ള ബാച്ച്. ഇനി നിങ്ങൾക്ക് ബേസ് ഒക്കെ ഓക്കെ ആണ്, പക്ഷെ ഞങ്ങൾക്ക് മെയിൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിൻസിലുള്ള ക്വസ്റ്റ്യൻസ്, അത് ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് ടൈമും ആക്യുറസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ബേസ് ടോപ്പിക്സ് അല്ലെങ്കിൽ മെയിൻസിന്റെ ടോപ്പിക്സ് ഒന്നും അറിയില്ല, മെയിൻസിന്റെ ക്ലാസ്സസ് മാത്രമായിട്ട് വേണം. യെസ്, അതുകൊണ്ട് തന്നെ സൈലം ബാങ്കിങ് ടീം മെയിൻസ്
ബൂസ്റ്റർ ബാച്ചുമായിട്ട് വരികയാണ്. അപ്പൊ മെയിൻസ് ബൂസ്റ്റർ ബാച്ചില് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 20-നാണ്. ഇവരെ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോ നിങ്ങൾ തന്നെ ഇപ്പം ഓൾറെഡി IBPS കലണ്ടർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പം IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ഒക്ടോബർ 11-നുണ്ട്. ഒക്ടോബർ 12-നാണ് IBPS POയുടെ മെയിൻസ്. ഇതേപോലെ തന്നെ പ്രിലിംസും മെയിൻസും പാരലലി നമ്മൾ ഒരേപോലെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മെയിൻസ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ അല്ലെങ്കിൽ മെയിൻസ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ബാങ്കിങ് കോഹോർട്ട് സെലക്ട് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ബേസ് ഓക്കെയാണ്, മെയിൻസ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് തൊട്ട് ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. സോ ഡു യുവർ ബെസ്റ്റ്. ഈ വർഷം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാങ്കർ ആകാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.